ITBPയിൽ SI ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ITBP ക്ഷണിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് ITBP തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. പിന്നെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി പേര് നമ്മുടെ ഇടയിലുണ്ടാകും. നിങ്ങൾക്ക് യോഗ്യതയുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ആണ്. SI ആണ് തസ്തിക, അതായത് പോസ്റ്റ് വരുന്നത് SI ആണ്. വർക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഷോർട്ട് നോട്ടീസേ വന്നിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിന് മുൻപും വിവിധ ITBPൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ കറക്റ്റ് സമയത്ത് തന്നെ ITBP അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ITBPയിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഉടനെ വിളിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ITBPയിലേക്ക് സബ് ഇൻസ്പെക്ടർ SI പോസ്റ്റിലേക്ക് ഹിന്ദി ട്രാൻസ്ലേറ്റർ റിക്രൂട്ട്മെൻറ്റ് ഉടനെ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് അപേക്ഷിക്കാൻ പറ്റും. എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ് B പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണ്, പോസ്റ്റാണിത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും. SI ഹിന്ദി ട്രാൻസ്ലേറ്ററിന് 17 ഒഴിവാണ് മൊത്തത്തിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫീമെയിൽസിന് EWSന് വേക്കൻസി ഇല്ല. ബാക്കിയുള്ള മെയിൽസിന് എല്ലാവിടെയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽസിന് STയിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവിടെയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ, SC, ST, OBC, EWS ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 200 രൂപ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫീമെയിൽസ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. SC, ST ഉദ്യോഗാർത്ഥികളും അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ നിങ്ങൾക്ക് ഇതിൽ വേക്കൻസി ഇല്ല എന്ന് കരുതി അപേക്ഷിക്കാതെ അങ്ങനെ സാധിക്കില്ല എന്നല്ല, അപേക്ഷിക്കാം. വേക്കൻസി ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. പക്ഷേ ജനറൽ ആയിട്ടായിരിക്കും അപേക്ഷിക്കുന്നവരെ കാണുന്നത്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിൻ്റെ യോഗ്യതയും കാര്യങ്ങളും. ഏകദേശം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. യോഗ്യത നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി സബ്ജക്റ്റ് ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് ഓർ ആസ് ദി മീഡിയം ഓഫ് എക്സാമിനേഷൻ അറ്റ് ദി ഡിഗ്രി ലെവലിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊരു മീഡിയം ആയിട്ട് നിങ്ങൾക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻ ആയിട്ട് ഡിഗ്രി ലെവലിൽ എടുത്തിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ്, ഇംഗ്ലീഷിൻ്റെ കൂടെ ഹിന്ദി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. എലക്റ്റീവ് സബ്ജക്റ്റ് കമ്പൽസറി ആയിട്ടോ അല്ലെങ്കിൽ എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓർ ആസ് ദി മീഡിയം, അതുമല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവലിൽ പരീക്ഷ എഴുതുമ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൻ്റെ കൂടെ ഹിന്ദി നിങ്ങൾ ഒരു ഇതായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് എക്സാം എഴുതുന്ന മീഡിയം ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുമില്ലെങ്കിൽ മറ്റൊരു യോഗ്യത പറയുന്നുണ്ട്, അതുമില്ലെങ്കിൽ വേറൊരു യോഗ്യത പറയുന്നുണ്ട്, ഈ ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ മറ്റൊരു യോഗ്യത പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാം, കാരണം ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ PET, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ആദ്യം നടക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് ആദ്യം നടക്കും, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെയാണ് എക്സാമും മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ അപേക്ഷ 28 ജൂലൈ 2024 തുടങ്ങും. ഏകദേശം നിങ്ങൾക്ക് 26 ഓഗസ്റ്റ് 2024 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപേക്ഷ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ITBP പുതിയതായിട്ട് വിളിക്കാൻ പോകുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക.